Hello everybody, welcome to my YouTube channel. Pendella Sugale Messy Kitchen. എൻ്റെ കൊട്ടാരം കുക്ക് ചെയ്യൽ ഭയങ്കര കുറവാണ്. കുക്ക് ചെയ്യും, പക്ഷെ റിപ്പീറ്റഡ് ഫുഡുകൾ മാത്രമാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് അമ്മച്ചി ഇങ്ങനെ ചൂടുള്ള ദോശയും ഓരോ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ പറയും പുട്ട് വേണ്ട, ദോശ വേണ്ട, അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നു ഞാൻ നാട്ടിലിരുന്ന സമയത്ത്. ഇപ്പം നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോഴാണ് ഫുഡിൻ്റെ ഒക്കെ ഒരു വില മനസ്സിലാവുന്നത്. ചൂടോടെ കിട്ടുന്ന ഫുഡൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇപ്പം കിട്ടാനില്ല, നമ്മൾ ഉണ്ടാക്കിയാലേ ആവുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നെ പോലെ മടിച്ചിയായിട്ടുള്ള പണിയെടുക്കാൻ പറ്റാത്ത, കുക്കിംഗ് അറിയാത്ത ആൾക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സാധനം. ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. എല്ലാ സമയത്ത് തട്ടിക്കൂട്ടി ഫുഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കോഴിക്കോട്ടുകാർക്ക് ഇത് കുറച്ച് അറിയാൻ മതിയായിരിക്കും. നമ്മൾ ഇതിന് പറയുന്ന പേരാണ് മുട്ട മറിച്ചത്. എന്തുകൊണ്ടാണ് മുട്ട മറിച്ചതെന്ന് പേര് വന്നത് നിങ്ങൾക്ക് അറിയോ? അത് ഞാൻ ഇത് ഡിഷ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മുട്ട മറിച്ചതാവണത് എന്ന്. ഞാനിത് ചില സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും, ഇത് സ്നാക്സ് ആയിട്ട് കഴിക്കും. ഇത് ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ എങ്ങനെയാ നോക്കല്ലേ? 4 മുട്ട എടുക്കുക. ഫ്രിഡ്ജിൽ നിന്നുള്ള പേര് മാത്രമല്ല, ഇതിനകത്ത് സാധനങ്ങളൊന്നുമില്ല, സാധനങ്ങളൊക്കെ കുറവാ. കുട്ടിക്കൽ കഴിഞ്ഞിരിക്കണു. ഇനിയാണ് നമ്മളെ സാധനം ഏലക്ക. ചില ആൾക്ക് ഏലക്കാൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അപ്പം അതുകൊണ്ട് കുറച്ച് ഏലക്ക ഇടുക. ഏലക്കിട്ട കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. സോ ഞാനൊരു 4 മുട്ട അല്ലേ, ഒരു 4 ഏലക്ക എടുക്കാം. എനിക്ക് അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ. എനിക്കിപ്പോൾ എനിക്ക് കയ്യിൽ കിട്ടുകൊണ്ട് ഏലക്ക എടുക്കും. ചിലപ്പോൾ ഏലക്ക ഇല്ലെങ്കിൽ അതും ഇടൂല. നിങ്ങൾക്ക് എന്താ പറയുക, ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഏലക്ക എടുക്കുക. നിലത്തൊക്കെ പോയി നന്നായിട്ട് ചതയ്ക്കണം. ഓക്കെ, ഞാൻ കത്രികേണ്ടോട്ടൊക്കെ മുറിക്കും. കുക്കിംഗ് സ്കിൽസ് കണ്ടിട്ട് ഇതാക്കരുത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ടീമാണ്. ഞാൻ കത്രികേണ്ടോണ്ടൊക്കെ മുറിക്കണം കേട്ടോ. അതൊക്കെ നിങ്ങൾ നല്ല ചതച്ചിട്ടിരുന്നു. ഇവിടെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല, ചതയ്ക്കാനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ബാച്ചിലേഴ്സ് യു ക്യാൻ യൂസ് സിസേഴ്സ്. ഏലക്കൻ്റെ കുരുണ്ടല്ലോ, ആ ഒരു കുരുവിന്റെ ടേസ്റ്റ് കിട്ടണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല മണം. എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു പഫ് കറക്റ്റ് കിട്ടുക. അപ്പോൾ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഒരു 4-5 പ്രാവശ്യം കഴിഞ്ഞിട്ടാണ്. നമ്മൾ പഞ്ചസാര ഇടുക. ഓക്കെ, ഷുഗർ നിങ്ങളനുസരിച്ചിട്ട് മധുരം. ഞാനൊരു ഷുഗർ പേഴ്സൺ ആണ്, ഞാനൊരു ഷുഗർ ലവറാണ്. ഞാനിപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഷുഗറിൻ്റെ ക്രേവിങ്സ് കൂടാതല്ലാണ്ട് കുറയണമൊന്നും ഞാൻ കാണില്ല. വെറും 3 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. 4 മുട്ട, ഏലക്കായ, പിന്നെ പഞ്ചസാര. പഞ്ചസാരൻ്റെ ടേസ്റ്റ് നോക്കണം കേട്ടോ. എനിക്ക് ഈ പഞ്ചസാര പോരാ, അപ്പം എനിക്ക് ഇനിയും പഞ്ചസാര വേണം. ഇതാണ് നമ്മളെ ബാറ്ററി, ഇങ്ങനെ ആയിട്ടുണ്ടാവുക. ഇത് നമ്മൾ എന്തിനങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുട്ട മറിച്ചാണ്, തരിപ്പോളല്ല. നമ്മൾക്ക് ഇത് ബീറ്റർ ഉണ്ടല്ലോ, മറ്റേ ബീറ്റ് ചെയ്യുന്ന മിക്സർ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അത് വേറെ ഡിഷായി പോകും, അത് തരിപ്പോളായി പോകും. കേക്ക് കൈണ്ട തിങ്ങാണ് തരിപ്പോള നമ്മൾ പറയാം നമ്മുടെ നാട്ടില്. അപ്പോൾ നമുക്കതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് ജ്യൂസി ആയിട്ടുള്ള എഗ്ഗ് മറിച്ചതാണ്, മുട്ട മറിച്ചതാണ്. ഓക്കെ, അതിന് നമ്മളെ കൈ തന്നെയാണ് ആയുധം. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നാവും. ഒരു 10 മിനിറ്റും കൂടി വേണ്ട. അത് കരിയുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് സമയം വേണോ വേണ്ടതെന്ന് മനസ്സിലാക്കുന്നത്. കുക്കറിൽ നമ്മൾ വിസിൽ വെക്കാണ്ടാണ് ഇത് ഉണ്ടാക്കണത്. അപ്പം കുക്കർ എടുക്കാം. യെസ്, ഇതാണ് എൻ്റെ കുക്കർ. ഇത് കണ്ടില്ല നിങ്ങളെ? ഇത് ഞാൻ എല്ലാ പ്രാവശ്യമാരി ഉണ്ടാക്കിയിട്ട് കരിയിച്ച് ഉള്ളിൽ വെക്കുന്നതാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കരിയാനും കരിയാതിരിക്കാനുമുള്ള ചാൻസ് കൂടുതലാണ് എന്ന് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയാണ്. അപ്പൊ സിമ്മിൽ ഇട്ടാൽ മതി, ആകുമ്പോൾ കരിയൂല. ഞാൻ സിമ്മിലിട്ടിട്ട് വേറെ എങ്ങോട്ടോ ഡിസ്കോക്ക് പോകുമ്പോഴാണ് എൻ്റെ മിക്കവാറും ഫുഡ് കരിയാറുള്ളത്. കുക്കർ വെക്കുക. കുക്കർ എന്ത് ചെയ്യുക, ഒന്ന് ചൂടാക്കാം. നമുക്ക് നല്ല നെയ്യ് വേണം. എൻ്റെ എല്ലാം കുറച്ച് ഓവറാ. അപ്പൊ നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുക, മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നോക്കിയിട്ട് ആ ഒരളവിൽ ഇട്ടാൽ മതി. ഇങ്ങനെ സൈഡിലേക്ക് കുറച്ച് ആക്കി കൊടുക്കുക. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് എന്താ പറയാ, മുട്ട പഫായി വരുമ്പം അതിന്റെ സൈഡിലേക്കൊക്കെ ആവും. അപ്പോൾ അത് കരിയാതെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നെയ്യ് സെറ്റ് ആയിട്ട് അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ബേസ് എന്ത് ചെയ്യാ, ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വിസിൽ വെക്കാതെ സിമ്മിലാക്കി നമ്മൾ മൂടി വെക്കുക.
ചെയ്യുക. ഇപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയം നിങ്ങളുടെ മൂക്കുകൾ ശരിയായി ഉപയോഗിക്കുക. കാരണം കരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ് നിങ്ങൾ അറ്റൻറ്റീവ് ആയിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇത് ഒന്ന് സ്മെല്ല് നോക്കുക, ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കുക, കുഴപ്പമില്ല. അപ്പം നമുക്ക് മനസ്സിലാവും എന്താണ് പഫ് അയക്കണോ ഇനിയും പഫായില്ലേ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഭയങ്കര ഈസിയാണ്. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കോഴിക്കോട്ടിലെ സ്പെഷ്യൽ സാധനമാണ്. അപ്പം ഇതിനകത്ത് പഴം വാട്ടിയിട്ട് ഇടുന്ന ടീംസ് ഉണ്ട്, ഇതിനകത്ത് കാഷ്യൂ ഇടാം, ഇതിനകത്ത് റേസിൻസ് ഇടാം. ഇതൊന്നും എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പ്ലെയിൻ മുട്ട മറിച്ചതാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എനിക്കൊക്കെ പണ്ടേ ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള സാധനം. അമ്മച്ചി ഇന്നും വീട്ടിലുണ്ടാക്കുമോ. അപ്പോൾ ഇതിന് ചായയാണ് ഭയങ്കര കോമ്പിനേഷൻ. അപ്പം ട്രൈ ചെയ്ത് നോക്കി. മണ്ണടിക്കണ്ടേ എന്താ നോക്കാം അവസ്ഥ. യേസ്, ഇവിടെ കൈണ്ട്, ഇവിടെ ഇവിടെ ഒന്നും ആയില്ല. അതുകൊണ്ടില്ല നിങ്ങൾ ഇവിടെ കാവാണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ക്ലോസ് ചെയ്യാം. ഇതിലാണ് നമ്മൾ മുട്ട മറിച്ച് നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോകണം. സോ കണ്ടില്ലേ, ആയ മുട്ട ഞാൻ ഇങ്ങോട്ട് മറിച്ചിട്ട്, അതാണ് മുട്ട മറിച്ച് എന്നുള്ള പേര്. അതാണ് നമ്മളെ ഡിഷ്. നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ കുറച്ച് കരിഞ്ഞ മാതിരിയുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത്, ഇത് കരിഞ്ഞതല്ല. കരിഞ്ഞാണ്, പക്ഷെ ഇതിങ്ങനെ ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യുക, ഇപ്പം ജസ്റ്റ് നിങ്ങൾ കുക്കറിന് ഈ ഒരു സൈഡ് നിങ്ങൾ കുറച്ച് ബ്രൗൺ ആയി കാണുമ്പോൾ തന്നെ നിങ്ങളൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക്, അയ്യോടാ പൊട്ടിപ്പോയില്ലേ, അത്രയും സോഫ്റ്റ് ആണ്. അപ്പം ഇത് മറിച്ചിടാൻ നമുക്ക് വേറൊരു പ്ലേറ്റ് വേണം. എനിക്ക് ഈ ഭാഗം തിന്നാൻ ഇഷ്ടമല്ല. അപ്പം നമ്മൾ ഓക്കെ, അപ്പം സെറ്റായി. ഗംഭീരം, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, നല്ല മണം. ട്രൈ ദിസ്. അപ്പം എന്ത് ചെയ്യാം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം നമ്മളെ മുട്ട മറിച്ചത്. ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുഴപ്പമില്ല, മുട്ടയല്ലേ, ഭയങ്കര പ്രോട്ടീനാണ്. ഇങ്ങനെ വേണം കേട്ടോ ആവാൻ. ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. 4 മുട്ടയും, ഒരു ഏലക്കായ, ഒരു പഞ്ചസാരയും, പിന്നെ കുക്കറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം എപ്പോഴാ വേണമെങ്കിലും ഷൈൻ ചെയ്യാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. ബൈ ബൈ.